അടുത്ത നമ്മളിനി പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5ൻ്റെ ബാക്കി ആണ്. ഒരു കാര്യം ഓർക്കുക, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ പ്രിൻ്റഡ് നോട്ട്സ് കയ്യിൽ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇനി ബാക്കി പഠിക്കാനുള്ളത് ഗ്രാവിറ്റി ഡാമിനെ കുറിച്ചാണ്. ഗ്രാവിറ്റി ഡാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും അത് റെസിസ്റ്റ് ചെയ്യുന്നത് ബൈ ഇറ്റ്സ് വെയിറ്റ്. അതാണ് ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അത് പഠിക്കാം. ഇപ്പം ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂ ഓഫ് എ ഡാം ആണ്. ടോപ്പ് വ്യൂ ഓഫ് എ ഡാം ആണ്. അപ്പം ഇതിനാണ് അപ്സ്ട്രീം സൈഡ് എന്ന് പറയുക, ഇതിനാണ് ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുക. ഈ അപ്സ്ട്രീം സൈഡിലായിരിക്കും വെള്ളം റിസർവോയർ ഉള്ളത്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന സൈഡാണ് ഇത്. ഈ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ഡാമിന് ഷട്ടർ തുറന്ന് വെള്ളം താഴത്തേക്ക് ഒഴുക്കി വിടുന്ന ഈ സൈഡാണ് ഡൗൺ സ്ട്രീം സൈഡ്. എപ്പോഴും ഓർക്കുക, ഇത് ടോപ്പ് വ്യൂ ആണ് ഓർക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ഷൻ ഓഫ് സൈറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ടോപ്പോഗ്രഫി പഠിച്ചായിരുന്നു. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിരുന്നത് എന്നതാണ്, ഈ റിസർവോയർ ഉള്ള അവിടെ നല്ല വൈഡ് ആയിരിക്കണം, എന്നാലേ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് റിസർവോയർ ഉള്ള അവിടെ നല്ല വിഡ്ത്ത് ഉള്ളത്. പക്ഷേ ഡാം പണിയുന്ന അവിടെ ഒരു നാരോ ഗോർജ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതാണ് നാരോ ഗോർജ്. മേളത്തിനെക്കാട്ടിലും വിഡ്ത്ത് കുറഞ്ഞാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ആക്സിസ് ഓഫ് ദി ഡാം ആണ്, കാരണം നമ്മൾ ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ നാരോ ഗോർജ് ഉള്ളത് കൊണ്ട് ഇത്രയും ലെങ്ത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി ഡാം. പക്ഷേ ഇവിടെ നാരോ അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടെ ലെങ്ത് കൂട്ടി ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നതിന് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടിയേനെ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഡാം സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക: അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം, ആക്സിസ് ഓഫ് ദി ഡാം ആൻഡ് ലെങ്ത് ഓഫ് ദി ഡാം. പിന്നെ ഈ ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഡാം അപ്പുറവും ഇപ്പുറവും രണ്ട് സപ്പോർട്ട് വേണം. അപ്പോൾ ഈ സൈഡിലെ സപ്പോർട്ടിനെ പറയുന്ന പേരാണ് ലെഫ്റ്റ് അബട്ട്മെൻറ്റും, ഇതിൻ്റെ പറയുന്ന പേരാണ് റൈറ്റ് അബട്ട്മെൻറ്റ്. നമ്മൾ ഇടുക്കി ഡാമിൽ ആ ഡാമിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മലകളുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ അബട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സൈഡിനെ പറയുന്ന പേരാണ് ലെഫ്റ്റ് അബട്ട്മെൻറ്റ്, ഇതാണ് റൈറ്റ് അബട്ട്മെൻറ്റ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ടോപ്പ് വ്യൂ ഓഫ് എ ഡാം. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സൈഡ് വ്യൂ ഓഫ് എ ഡാം വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ സൈഡ് വ്യൂ നോക്കിയാൽ അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതിന് ഫൗണ്ടേഷൻ വേണം. സോ ദിസ് വിൽ ബി ദ ഫൗണ്ടേഷൻ. ഇതാണ് ഫൗണ്ടേഷൻ. പിന്നെ ഒരു വാട്ടർ ലെവൽ വേണ്ടേ, മാക്സിമം ഇത്രയും വെള്ളമേ പാടുള്ളൂ. അപ്പോൾ ഇതാണ് FRL, ഫുൾ റിസർവോയർ ലെവൽ. ഓർക്കുക, FRL ഇസ് L. ഓക്കെ, FRL. ഈ സൈഡിനെ പറയുന്ന പേര് അപ്സ്ട്രീം സൈഡ്, ഈ സൈഡിനെ പറയുന്ന പേര് ഡൗൺ സ്ട്രീം സൈഡ്. അതുപോലെ ഈ അപ്സ്ട്രീം സൈഡിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ ഇവിടെ പറയുന്ന പേരാണ് ഹീൽ. അതുപോലെ ഈ ഡൗൺ സ്ട്രീം സൈഡിൻ്റെ ഇവിടെ പറയുന്ന പേരാണ് ടോ. ഇനി ഈ ഫൗണ്ടേഷൻ്റെ താഴെ നിന്ന് ഈ വാട്ടറിൻ്റെ ഡെപ്ത്, ആ വാട്ടർ ലെവലിൻ്റെ അവിടം വരെയുള്ള ഹൈറ്റിന് പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഹൈറ്റ് ഓഫ് ദി ഡാം. അതുപോലെ ഈ ഫൗണ്ടേഷൻ്റെ താഴെ നിന്ന് ഈ സ്ട്രക്ചറിൻ്റെ മേള് വരെയുള്ള ഈ ഹൈറ്റിന് പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ഹൈറ്റ്. അതുപോലെ ഈ താഴെ ഈ വിഡ്ത്തിന് പറയുന്ന പേരാണ് മാക്സിമം ബേസ് വിഡ്ത്ത്. അപ്പം ഈ സൈഡ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക: സ്ട്രക്ചറൽ ഹൈറ്റ്, ഹൈഡ്രോളിക് ഹൈറ്റ്, മാക്സിമം ബേസ് വിഡ്ത്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇതാണ് ബേസിക് പാർട്സ് ഓഫ് എ ഡാം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗ്രാവിറ്റി ഡാമാണ്. ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗ്രാവിറ്റി ഡാമിൽ ഫസ്റ്റ് വൺ വെയിറ്റ് ഓഫ് ദി ഡാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഡാം അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ലെങ്ത് എപ്പോഴും യൂണിറ്റ് ലെങ്ത് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. എന്നിട്ടാണ് അനാലിസിസ് മൊത്തം ചെയ്യാറ്. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് ദി ഡാമിൽ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ ഡാമിൻ്റെ ക്രോസ് സെക്ഷൻ മൊത്തം നമ്മൾ പല ട്രയാങ്കിൾസും റെക്ടാങ്കിൾസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ റെക്ടാങ്കിൾസും ട്രയാങ്കിൾസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ അങ്ങനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഓരോ റെക്ടാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ആ ഒരു ക്രോസ് സെക്ഷൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ എല്ലാ വെയിറ്റും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഡാം. ആ ഓരോ ക്രോസ് സെക്ഷൻ്റെയും
വെയിറ്റ് കൂട്ടിയിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഡാം. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് വാട്ടർ പ്രഷറാണ്. വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ റിസർവോയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ആ ഡാമിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് വാട്ടർ പ്രഷർ. അപ്പോൾ വാട്ടർ പ്രഷർ പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഡാം രണ്ട് രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്സ്ട്രീം സൈഡ് വേർട്ടിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, ലൈക്ക് ദിസ്. ഇതാണ് അപ്സ്ട്രീം സൈഡ്, ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡ് പാർട്ട്ലി വെർട്ടിക്കൽ ആൻഡ് പാർട്ട്ലി ഇൻക്ലൈൻഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ പാർട്ട്ലി വെർട്ടിക്കൽ ആൻഡ് പാർട്ട്ലി ഇൻക്ലൈൻഡ് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇത് അപ്സ്ട്രീം സൈഡാണ്. അപ്പോൾ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് വെള്ളം സ്റ്റോർ ചെയ്ത്, റിസർവോയർ ഇവിടെയാണ്. അപ്പോൾ ഈ റിസർവോയർ എല്ലാം ഈ വെർട്ടിക്കൽ ഫേസിലാണ്, റിസർവോയറിലെ വെള്ളമെല്ലാം വെർട്ടിക്കൽ ഫേസിലാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഹോറിസോണ്ടലി മാത്രമായിരിക്കും പ്രഷർ വന്ന് അപ്ലൈ ആകുന്നത്. അപ്പോൾ നമുക്ക് ഇത് FRL ആണിത്, ഇത് ഹൈറ്റ് ഓഫ് ദി വാട്ടർ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെയായിരിക്കും പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം, വാട്ടർ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. അപ്പം ഈ വാട്ടർ സർഫസ് ലെവലിൻ്റെ അവിടെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാമിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ ഈ താഴെ ഈ ബേസിൽ അതിൻ്റെ വാല്യൂ മാക്സിമം ആണ്, ദാറ്റ് ഈസ് γWH. ഇത് ഓർക്കുക. പിന്നെ ഈ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം, ഈ പ്രഷർ ഇൻറ്റൻസിറ്റിക്ക് ഒരു റിസൾട്ടൻ്റ് ഉണ്ട്, അത് PH ആണ്, ഡിനോട്ടേറ്റ് ചെയ്യുന്നത് PH. ആൻഡ് ദാറ്റ് വിൽ ബി ഓൾവേസ് ആക്ടിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് h/3 ഫ്രം ദി ബോട്ടം, h/3. ഇത്രയും കാര്യം ഓർക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡ് വെർട്ടിക്കൽ ആണ്. അപ്പം അവിടെ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഹോറിസോണ്ടലി മാത്രമായിരിക്കും. അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണ്. അതിൻ്റെ വാല്യൂ വിൽ ബി 0 അറ്റ് ദി വാട്ടർ സർഫസ് ലെവൽ ആൻഡ് മാക്സിമം അറ്റ് ദി ബോട്ടം. താഴത്തെ ആ മാക്സിമം വാല്യൂ γWH ആയിരിക്കും. ഈ ഇൻറ്റൻസിറ്റി ഡയഗ്രാമിന് ഒരു റിസൾട്ടൻ്റ് ഉണ്ട്, അത് PH ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് h/3 ഫ്രം ദി ബോട്ടം. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ദി അപ്സ്ട്രീം സൈഡ് ഈസ് പാർട്ട്ലി വെർട്ടിക്കൽ ആൻഡ് പാർട്ട്ലി ഇൻക്ലൈൻഡ്. ഇങ്ങനെ ആകുമ്പം ഇവിടെ നിന്ന് വരുന്ന വാട്ടറിൻ്റെ പ്രഷർ ഷുഡ് ബി റിസോൾവ് ഇൻ ടു 2 കമ്പോണൻറ്റ്സ്, വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ഹോറിസോണ്ടൽ ഇവിടെ FRL കാണിക്കണം, ദിസ് ഇസ് FRL കാണിക്കാം. സോ ഇവിടെ എന്ന് പറയുമ്പം ഹോറിസോണ്ടൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം വിൽ ബി സെയിം, ഇങ്ങനെ തന്നെയാണ്. will be 0 at the surface of the water level and will be maximum at the bottom, γWH, and here it will be 0. Pressure intensity diagram. And the resultant will be PH, which is acting at a height of h/3 from the bottom. Now, നേരത്തെ ആ കേസ് തന്നെയാണ് ഹോറിസോണ്ടലിന് വരിക, നോ ഡിഫറൻസ്. This is h/3. ഓക്കെ, ഇനി ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റും വേണം. സോ ഇത് നമുക്ക് ആ വെർട്ടിക്കലായിട്ടുള്ള അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റിന് നമുക്ക് PV1 എന്നിടാം. അതുപോലെ ഈ താഴത്തെ ഇവിടുത്തെ വരെ നമുക്ക് PV2 എന്ന് പറയാം. പ്രഷർ V1, പ്രഷർ V2, വെർട്ടിക്കലാണ് രണ്ടും, ബോത്ത് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇത് രണ്ടും ഓർക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ കേസ് ഈ ഡൗൺ സ്ട്രീം സൈഡിൽ വെള്ളം ഉണ്ടെന്ന് വയ്ക്കാം, ടെയിൽ വാട്ടർ വെള്ളം ഉണ്ടെന്ന് വയ്ക്കാം, ആൻഡ് അതിൻ്റെ ഹൈറ്റ്, വെള്ളത്തിൻ്റെ ഹൈറ്റ് h' ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെയും വേണം ഈ വെള്ളം കാരണം ഒരു പ്രഷർ ഇൻറ്റൻസിറ്റി, ഇതും വെർട്ടിക്കലി ആയിരിക്കണം. ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അവിടെയും വെർട്ടിക്കലിയും വേണം, ഹോറിസോണ്ടലിയും നമ്മൾ റിസോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ വാട്ടർ സർഫസ് ലെവലിൻ്റെ അവിടെ 0 ആണ്, ഇവിടെ മറ്റേതുപോലെ തന്നെ γWH' വരും. അതുപോലെ ഇവിടെയും ഒരു റിസൾട്ടൻ്റ് ഉണ്ട്. റിസൾട്ടൻ്റ് വിൽ ബി PH' ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എ ഹൈറ്റ് ഓഫ്
h dash by 3. ഓക്കെ, ഇനി ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു പി വി. ഇവിടുത്തെ വെള്ളം കാരണം അവിടെയുണ്ട് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതാണ് പി വി. അപ്പം ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇച്ചിരി നീറ്റായിട്ടുള്ള ഡയഗ്രാം നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്, അത് വെച്ച് പഠിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ പി വി വൺ എന്ന് പറഞ്ഞാൽ പി വി വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞായിരുന്നു അനാലിസിസിന് വേണ്ടിയിട്ട് യൂണിറ്റ് ലെങ്ത് ആണ് എടുക്കുക. അതുകൊണ്ട് പി വി വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഗാമ ഡബ്ല്യു. അതുപോലെ പി വി ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഏരിയ ഇൻറ്റു ലെങ്ത് 1 ഇൻറ്റു ഗാമ ഡബ്ല്യു. അപ്പം ആ അപ്സ്ട്രീം സൈഡിലെ ടോട്ടൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു പി വി വൺ പ്ലസ് പി വി ടു. അപ്പം ദാറ്റ് വിൽ ബി ഈക്വൽ ടു A1 ഇൻറ്റു 1 ഇൻറ്റു ഗാമ ഡബ്ല്യു പ്ലസ് A2 ഇൻറ്റു 1 ഇൻറ്റു ഗാമ ഡബ്ല്യു. അപ്പം ആ അപ്സ്ട്രീം സൈഡിലുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് എല്ലാം ആണ്. പിന്നെ നമുക്കറിയാം ഒരു പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ആ റിസൾട്ടൻറ്റ് പി എച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ദി ഏരിയ ഓഫ് ദാറ്റ് ഡയഗ്രാം. അപ്പം നമ്മൾ ആ റിസൾട്ടൻറ്റ് പി എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ആയിട്ട് വരുന്നത് എച്ച് ആണ്. അതിൻ്റെ ബേസ് വിട്ട് താഴത്തെ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണുള്ള ബേസ്, അതിന് പറയുന്ന പേരാണ് അതാണ് ഗാമ ഡബ്ല്യു എച്ച്. സോ ഇത് ആകുന്നത് 1/2 ഗാമ ഡബ്ല്യു എച്ച് സ്ക്വയർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ഡൗൺ സ്ട്രീം സൈഡിലും ഉണ്ട് ഇതുപോലെ തന്നെ ഒരു ഹോറിസോണ്ടൽ പ്രഷർ റിസൾട്ടൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് പി എച്ച് ഡാഷ്. അപ്പോൾ അതെന്നതായിരിക്കും ഹാഫ് ഇൻറ്റു അവിടുത്തെ വാട്ടറിൻ്റെ ഹൈറ്റ് എച്ച് ഡാഷ് ആണ്, എച്ച് ഡാഷ് ഇൻറ്റു ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്. ഇതിൻ്റെ വാല്യൂ വരിക ഹാഫ് ഗാമ ഡബ്ല്യു എച്ച് ഡാഷ് സ്ക്വയർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ റിസർവോയറിലുള്ള വെള്ളം ഈ ഡാമിൻ്റെ ബോഡിയിൽ കൂടെ അല്ലെങ്കിൽ ഡാമിൻ്റെ ഫൗണ്ടേഷനിൽ കൂടെ സീപ്പ് ചെയ്ത് അകത്തേക്ക് കയറാനൊരു ചാൻസ് ഉണ്ട്. ഈ സീപ്പ് ചെയ്ത് അകത്തേക്ക് കയറുന്ന വെള്ളം ഒരു അപ്വേർഡ് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. ദി നെക്സ്റ്റ് വൺ ഈസ് എർത്ത് പ്രഷർ. എർത്ത് പ്രഷറിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, ഹോറിസോണ്ടൽ കണ്ടീഷൻ ആൻഡ് വെർട്ടിക്കൽ കണ്ടീഷൻ. ഹോറിസോണ്ടൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ എർത്ത് ക്വേക്കിൻ്റെ ആക്സലറേഷൻ ഈസ് ഇൻ അപ്സ്ട്രീം ഡയറക്ഷനിലേക്ക്. അപ്സ്ട്രീമിൻ്റെ ഡയറക്ഷനിലേക്കാണ് എർത്ത് ക്വേക്കിൻ്റെ ആക്സലറേഷൻ ഉണ്ടാകുന്നത്. അതാണ് വേഴ്സ്റ്റ് കണ്ടീഷൻ ദാൻ ദി അതർ വൺ. വെർട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ദി എർത്ത് ക്വേക്ക് ആക്സലറേഷൻ വിൽ ബി ഡൗൺവേർഡ്സ്, താഴത്തേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് പക്ഷേ ഹോറിസോണ്ടൽ കണ്ടീഷനാണ് എപ്പോഴും ദി വേഴ്സ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ വെർട്ടിക്കൽ കണ്ടീഷനിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ അത് എർത്ത് ക്വേക്കിൻ്റെ ആക്സലറേഷൻ താഴത്തേക്കാണ്. പക്ഷേ ഇനേർഷ്യ ഫോഴ്സ് നിങ്ങൾക്ക് എന്നാണെന്നറിയാം. നിങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോകും. പക്ഷെ സ്റ്റിൽ നമ്മുടെ ബോഡിയുടെ ടെൻഡൻസി ടു റിമെയിൻ ഇൻ ദ സെയിം പൊസിഷനാണ്. പക്ഷെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് കാരണമാണ് നിങ്ങൾ പിന്നെ പുറകോട്ട് പോകുന്നത്. അതാണ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ എർത്ത് ക്വേക്ക് ആക്സലറേഷൻ ഡൗൺവേർഡ്സ് ആകുമ്പോഴത്തേക്കിനും അത് ഡൗൺവേർഡ്സ് ആണ്. പക്ഷെ നമ്മുടെ ഡാമിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? മേളിലേക്കായിരിക്കും. അപ്പം എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ആ താഴത്തെ സോയിൽ ആയിട്ടുള്ള ആ കോണ്ടാക്റ്റ് അങ്ങ് വിട്ടുപോകും, അത് ലൂസാകും. അതാണ് സംഭവിക്കുന്നത്. അതാണ് വെർട്ടിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ. ഇനി ഹോറിസോണ്ടൽ കണ്ടീഷൻ ആകുമ്പം അത് രണ്ട് എഫക്റ്റ് ഉണ്ട്.
ഫസ്റ്റ് വൺ ഈസ് ഇനേർഷ്യ ഫോഴ്സ് ഇൻ ദ ബോഡി ഓഫ് ദി ഡാം. ഹോറിസോണ്ടൽ കണ്ടീഷൻ എപ്പോഴും ഓർക്കുക, ടുവേർഡ്സ് അപ്സ്ട്രീം ആണ് എർത്ത് ക്വേക്കിൻ്റെ ആക്സിലറേഷൻ. അപ്പം നാച്ചുറൽ ഇനേർഷ്യ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? തിരിച്ചായിരിക്കും ഡാമിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോഡൈനാമിക് പ്രഷർ. ഈ ഹൈഡ്രോഡൈനാമിക് പ്രഷർ എന്നാന്ന് വെച്ചാൽ, ഇവിടെ എർത്ത് ക്വേക്കിൻ്റെ ആക്സിലറേഷൻ ഡൗൺ അപ്സ്ട്രീം സൈഡിലേക്ക് ആയതുകൊണ്ട് ആ ഡാമും അതിൻ്റെ ഫൗണ്ടേഷനും അപ്സ്ട്രീം സൈഡിലേക്ക് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്സ്ട്രീം സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അപ്സ്ട്രീം സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം അവിടെയുള്ള റിസർവോയറിലെ വെള്ളവും കൂടെ അങ്ങോട്ടേക്ക് കൂടെ മൂവ് ചെയ്യും. പക്ഷേ ഈ വെള്ളത്തിനുമുണ്ട് ഒരു ഇനേർഷ്യ ഫോഴ്സ്. അതെങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അപ്പം അങ്ങനെ അതുകൊണ്ട് ആ വെള്ളത്തിൽ കുറച്ച് പ്രഷർ കൂടും. ഈ ഫോഴ്സും എല്ലാം വരുന്നത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ സാധാരണ സ്റ്റാൻഡിങ് വേവിൽ ഉണ്ടാകുന്ന പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ ആ റിസർവോയറിൻ്റെ വെള്ളത്തിലുണ്ടാകും. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ആ പ്രഷറിന് പറയുന്ന പേരാണ് ഹൈഡ്രോഡൈനാമിക് പ്രഷർ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഈ ഹൊറിസോണ്ടൽ കണ്ടീഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വേഴ്സ്റ്റ് കണ്ടീഷനാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഐസ് പ്രഷർ. ഐസ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളം ഐസ് ആകുമ്പം ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചു, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി. അപ്പോൾ ഇത് ഐസ് ആകുന്നത് കൊണ്ട് ഈ ഐസ് ഈ വാൾസ് ഓഫ് ദി കണ്ടെയ്നറിൽ ഒരു ത്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സെയിം കണ്ടീഷൻ തന്നെയാണ് റിസർവോയറിൽ. റിസർവോയറിലെ വെള്ളം ഐസ് ആകുമ്പം ആ ഐസ് അത് ആ ഡാമിലൊക്കെ ഒരു ത്രസ്റ്റ് അപ്ലൈ ചെയ്യും. അതാണ് ഐസ് പ്രഷർ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഐസിൻ്റെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാക്കിയെന്ന് വെച്ചാൽ ആ ഉണ്ടായിരിക്കുന്ന ഐസിൻ്റെ തിക്നെസ്, പിന്നെ അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ റേറ്റ്, ഇതെല്ലാം വെച്ചിട്ട് ആയിരിക്കും ആ ഐസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ആ ത്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വേവ് പ്രഷർ. വേവ് പ്രഷർ എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കിനും ആ വെള്ളത്തിൻ്റെ ആ മേളിലത്തെ വാട്ടർ സർഫസ് ലെവലിൽ വേവ്സ് ഉണ്ടാകും. ആ വെള്ളം ഡ്രാഗ് ചെയ്യുന്നത് കൊണ്ട്, ആ വിൻഡ് അതിനെ ഡ്രാഗ് ചെയ്യുന്നത് കൊണ്ട് അവിടെ റിപ്പിൾസ് ഉണ്ടായി അവിടെ വേവ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ വേവ്സ് ഉണ്ടാകുന്നത് കൊണ്ട് അത് ആ ഡാമിലേക്ക് ആ വേവ്സ് ചെന്ന് ആ ഡാമിൻ്റെ അവിടെ ഒരു പ്രഷർ അപ്ലൈ ആകും. അതാണ് ഈ വേവ് പ്രഷർ എന്ന്. സോ ഈ വേവ് പ്രഷറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഉണ്ടായേക്കുന്ന വേവിൻ്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വേവ് പ്രഷർ ഇരിക്കുക. സോ നിങ്ങൾക്കിത് വരച്ച് കാണിച്ചു തരാം. വേവ് പ്രഷർ, വേവ്സിൻ്റെ രണ്ട് പാർട്ടുണ്ട്, ഒന്ന് ക്രസ്റ്റും ഒന്ന് ട്രഫും. വേവ് ഇങ്ങനെയാണ് പോവുക. സോ ഈ അപ്പർ പാർട്ടിനെ പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്നും ഈ ലോവർ പാർട്ടിനെ പറയുന്ന പേരാണ് ട്രഫ് എന്നും. സോ ഈ വേവ് ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഡാമാണ്. ഓക്കെ, ഇത് വാട്ടർ സർഫസ് ലെവലാണ്. കാരണം ഇതെല്ലാം അപ്സ്ട്രീം സൈഡ്. സോ ഇവിടെ ആയിരിക്കും വെള്ളം. ഇതാണ് വാട്ടർ സർഫസ് ലെവൽ. അപ്പം ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അതിന് മാക്സിമം പ്രഷർ വരിക അതേ ഡാമിൻ്റെ ഈ ഒരു പാർട്ടിലായിരിക്കും അതിൻ്റെ മാക്സിമം പ്രഷർ വരിക. ഓക്കെ, ഈ ഒരു പാർട്ടിലായിരിക്കും. അപ്പം അതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം നമുക്കിനി വരച്ച് നോക്കാം. പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതിനാണ് ഇൻറ്റൻസിറ്റി ഡയഗ്രാം. ഇത് നോട്ട്ബുക്കിലുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്, അതും കൂടെ കമ്പയർ ചെയ്യുക. സോ ഇതാണ് പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം ഫോർ വേവ് പ്രഷർ. അപ്പം ഇവിടെയായിരിക്കും വാട്ടർ സർഫസ് ലെവൽ. അപ്പോൾ ഈ വാട്ടർ സർഫസ് ലെവലിൽ നിന്ന് താഴത്തേക്കുള്ള ഈ ഒരു ഹൈറ്റ് അതിനെ പറയുന്ന പേരാണ് അതാണ് 1/3 HW. അതുപോലെ ഈ മേളിലേക്കുള്ള വാട്ടർ സർഫസ് ഇന്ന് പ്രഷർ ഡയഗ്രാമിന് മേളിൽ വരെയുള്ള ആ ഒരു ഹൈറ്റാണ് 4/3 HW. അപ്പം ഈ ടോട്ടൽ എത്രയായിരിക്കും? 4/3 + 1/3 ഇറ്റ് വിൽ ബി 5/3 HW. HW എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി വേവ് ആണ്. നിങ്ങളുടെ ആ ബുക്കിൽ നോക്കിയാൽ കാണാം, ഹൈറ്റ് ഓഫ് ദി വേവിൻ്റെ ഒരു ഫോർമുലയുണ്ട്, HW = എന്ന് പറഞ്ഞ്. ആ ഫോർമുലയ്ക്കകത്ത് രണ്ട് ടേംസ് ഉണ്ട്, ഒന്ന് എഫും ഒന്ന് വിയും. എഫ് എന്ന് പറഞ്ഞാൽ ഫെച്ച് ആണ്. ഫെച്ച് എന്ന് പറഞ്ഞാൽ ആ വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ കിലോമീറ്റർ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി വേവ്.
അപ്പോൾ ഈ രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദി വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. സോ സ്റ്റഡി ദാറ്റ്. ഇനി ഈ പടത്തിലേക്ക് തിരിച്ചു വരാം. സോ ഇനി നമുക്ക് ഇവിടെ ആയിരിക്കും മാക്സിമം പ്രഷർ ഉണ്ടാവുക അല്ലേ? ഈ ഒരു ട്രയാങ്കിളിൽ നോക്കിയാൽ അറിയാം, ഈ ഒരു പോയിന്റിലായിരിക്കും ഏറ്റവും മാക്സിമം വാല്യൂ വന്നേക്കുന്നത്. ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 2.4 ഗാമ ഡബ്ല്യു എച്ച് ഡബ്ല്യു ആണ്. ആ ഒരു പോയിന്റ് വിൽ ബി അറ്റ് എ ഹൈറ്റ് ഓഫ് HW/8 ഫ്രം ദി വാട്ടർ സർഫസ് ലെവൽ. ഓക്കെ, ഈ ലെവലിൽ. അതുപോലെ ഈ പ്രഷർ ഇന്റൻസിറ്റി ഡയഗ്രാമിന് ഒരു റിസൾട്ടൻ്റ് ഉണ്ട്. ദാറ്റ് വിൽ ബി PW ആൻഡ് ദാറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3/8 HW ഫ്രം ദി വാട്ടർ സർഫസ് ലെവൽ. അപ്പം ഇത്രയും പഠിച്ചു വയ്ക്കുക അബൌട്ട് വേവ് പ്രഷർ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് സിൽറ്റ് പ്രഷർ. സിൽറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലഡിൻ്റെയൊക്കെ സമയത്ത് ഈ റിവറിലൊക്കെ ഒത്തിരി മണ്ണും അതും ഇതും എല്ലാം ഒഴുകിയെത്തും. നമ്മൾ ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഫ്ലഡിൻ്റെ സമയത്ത് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിനും മരങ്ങളും മണ്ണും ചെളിയും എല്ലാം കൂടെ റിവറിലേക്ക് ഒഴുകിപ്പോകുന്നത്. സോ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ അതുപോലെ റിവറിലേക്ക് ഒത്തിരി മണ്ണും സിൽറ്റെല്ലാം വന്ന് എത്തിച്ചേരുന്നുണ്ട്. സോ ഇതെല്ലാം ഒഴുകി ആ ഡാമിൻ്റെ ആ അപ്സ്ട്രീം സൈഡിൽ ആ റിസർവോയറിൽ വന്ന് കെട്ടിക്കിടക്കും. അപ്പോൾ ആ ഒരു സിൽറ്റിൻ്റെ ഡെപ്പോസിറ്റ് കാരണം ആ ഡാമിലുണ്ടാകുന്ന പ്രഷറിനെയാണ് സിൽറ്റ് പ്രഷർ എന്നുണ്ടാവുക. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് റാങ്കൈൻസ് തിയറി വെച്ചിട്ടാണ്. അതിൻ്റെ ഫോമുല നിങ്ങളുടെ നോട്ടിലുണ്ട്, നിങ്ങൾ ജിറ്റിക്കാതെ പഠിച്ചിട്ടുണ്ടാകും ആ ഫോമുല. സോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാതെ. നെക്സ്റ്റ് ഈസ് വിൻഡ് പ്രഷർ. വിൻഡിന് ഒരു 1 to 1.5 kN/m² ആണ് നല്ല വിൻഡി ആയിട്ടുള്ള ഏരിയയിലൊക്കെ വിൻഡ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പം വിൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ വിൻഡ് കാരണം ആ ഡാമിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആൻഡ് അതിൻ്റെ വാല്യൂ നമ്മൾ എടുക്കാറ് 1 to 1.5 kN/m² ആണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗ്രാവിറ്റി.